തുല്യ വേതനം ഒരിക്കലും നടക്കില്ല. അതങ്ങനെ നടക്കും? എപ്പോഴും പുരുഷനല്ലേ ഒരു ഇപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പറയും, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമയിലൊക്കെ പുരുഷന്മാർക്ക് പ്രാധാന്യമുള്ള സ്ത്രീകളില്ല അതിനകത്ത്. സ്ത്രീകൾ വേണ്ട, സ്ത്രീകളില്ലാതെ തന്നെ പടം കാണുന്നെല്ലാവരും. പിന്നെന്തിനാ സ്ത്രീകൾ? വേണ്ട, സ്ത്രീകൾ ഇല്ലാതെ തന്നെ പടങ്ങൾ ഓടുന്നു. അപ്പോൾ പിന്നെ എന്തിനാ സ്ത്രീകൾ? അപ്പോൾ പിന്നെ എന്തിനാ? ഇപ്പോൾ അച്ഛനും അമ്മയും തന്നെ ഉണ്ടോ? അല്ല, സ്ത്രീകൾ വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സിനിമകൾ ഓടില്ല എന്നൊരു ധാരണയുണ്ടായിരുന്നു. ഇപ്പോൾ തെളിയിച്ചു അങ്ങനെ സ്ത്രീകളില്ലാതെ നായികമാരില്ലാതെയും പടങ്ങൾ ഓടുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മലയാള സിനിമയിൽ അച്ഛനും അമ്മയും തന്നെ ഇപ്പോൾ വേണ്ട. ഒരുപാട് ഇപ്പം നമ്മൾ കുറേ സിനിമകൾ കാണുന്നതല്ല, ഞാൻ കാണുമ്പോൾ എല്ലാം സ്ത്രീകൾ കുറവാണ്. അവിടെയൊക്കെ ഒരു സീൻ 2 സീന് അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ശരിയാണ്, അവരും അമ്മയും കൂടെ എൻ്റെ റൂമിൽ വന്ന് പിന്നെ അന്ന് രാത്രി മുഴുവൻ താമസിച്ചു. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെന്നാൽ പരാതി കൊടുക്കുക. അവർ തയ്യാറല്ല, ഞങ്ങൾക്ക് സിനിമ വേണ്ടെന്ന് പറയും. അങ്ങനെ പോയി. അവർ പിന്നീട് ഇത് അവിടെയൊക്കെ ചില ചെറിയ സംഭവങ്ങളൊക്കെ. ഇപ്പം ഞാനൊരു കാര്യം ചോട്ടെ, ഈ കമ്മീഷൻ വന്നതിന് ശേഷമല്ലേ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ പീഡിപ്പിച്ചു. ആര് പീഡിപ്പിച്ചു? എവിടെ? നിങ്ങളൊരു തെളിവ് കൊടുക്ക്. അതിനൊന്നും ഇപ്പോൾ ചുമ്മാ ഒരാളിപ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആര്, എന്ത്, എവിടുന്ന്, അതൊക്കെ ചോദിക്കില്ല ഒരു കോടതി കേസുമായിട്ട് ചെല്ലുമ്പോൾ. അപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവർ തെളിവുമായിട്ട് വേണമല്ലോ. കോടതിയിലൊരു കേസുമായിട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണ്? തെളിവുണ്ടോയെന്നല്ലേ ചോദിക്കുക ആദ്യം. തീർച്ചയായിട്ടും. അല്ല, അവരുമായിട്ട് സംസാരിച്ചതോ ഫോണിൽ റെക്കോർഡ് ചെയ്തോ എന്തെങ്കിലും ഒന്നും വേണ്ടേ? ചുമ്മാ ഒരു സിനിമാ ഫീൽഡിനെ കംപ്ലീറ്റ് അങ്ങ് മോശമായിട്ട് ചിത്രീകരിക്കുന്നത് തെറ്റാണ്. ഇതിൽ കുറേ നല്ലവരുമുണ്ട്, കുറച്ച് ചീത്ത ആൾക്കാരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രമുഖ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ബംഗാൾ നടി തന്നെ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ അധ്യക്ഷനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതെ, നിലവിൽ ആരോപണത്തെ എങ്ങനെയാണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് 2009 നടന്ന ഒരു സംഭവം. അത് ഇത്ര നാൾ ഈ നടി എവിടെ പോയിരുന്നു? ഇത്ര നാൾ എന്തിനു കാത്തിരുന്നു? അപ്പോൾ ഇങ്ങനൊരു അതെ, ആ കമ്മീഷൻ വന്നോണ്ട് നേരത്തെ ആകാമായിരുന്നില്ല ഞാൻ ചോദിക്കുന്നത്. അതെ, അവർ വേറെ വല്ല ജോലിക്ക് പോകും, സിനിമയിൽ തന്നെ വരണമെന്ന് ഇത്ര തീരുമാനം എന്തുവാ? അപ്പോൾ പിന്നെ അതാ. അതെ, ഈ കമ്മീഷൻ ഞാൻ ചോദിക്കുന്നത്, ഈ കമ്മീഷൻ വരാൻ വരെ കാത്തിരുന്ന് എന്തിനാ? ഇവിടെ ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യുന്ന 8-9 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളാണ്. ഇത്രയും മുമ്പ് നടന്ന സംഭവങ്ങൾ ഇല്ലായിരുന്നു. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ ഈ പ്രതികരിച്ചവർക്ക് എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുള്ള എന്താ തെളിവ്?